എല്ലാ പ്രിയപ്പെട്ട മാന്യ പ്രേക്ഷകർക്കും എൻ്റെ തിയേറ്റർ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമല്ലേ, ലൊക്കേഷനൊക്കെ സിനിമകളൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലം. സിനിമയെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് മനസ്സിലൊരു ചെറിയ കഥയല്ല, നടന്ന സംഭവമാണ്. ഞാൻ മാർട്ടിൻ പ്രക്കാട്ടിൻ്റെ ചിത്രമായ ABCD എന്ന സിനിമയിൽ അഭിനയിക്കാൻ ഒരവസരം വന്നു. ഞാൻ നിത്യേന അദ്ദേഹത്തെ പോയി കണ്ട് അങ്ങനെ കിട്ടിയൊരു വേഷമാണ്, ഒരു പിയൂണിൻ്റെ വേഷമാണ്. പടം കണ്ടിട്ടുള്ളവർക്കറിയാം, 2 സീനേ ഉള്ളൂ. അപ്പം എന്നോട് പറഞ്ഞത് അങ്കമാലി ഫീസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ അവിടെ എത്തണം, അവിടെയാണ് ഷൂട്ടെന്ന് പറഞ്ഞു. അങ്ങനെ വെളുപ്പിന് 6:30 ആയപ്പം ഞാൻ അന്നത്തെ ദിവസം ഉറങ്ങില്ല. രാത്രി 12:30 ആയപ്പോൾ എഴുന്നേറ്റ് വണ്ടിയെ കയറി നേരെ അങ്കമാലി ചെന്നു. അങ്കമാലി 4:30 ആയപ്പോൾ ചെന്നു. അവിടെ ഇരുന്ന് ഓട്ടോ പിടിച്ച് 6 മണിയായപ്പോൾ എന്ന് പറഞ്ഞാൽ ഫീസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അവിടെ ചെന്ന് ഇപ്പം ലൊക്കേഷൻ ആൾക്കാർക്ക് വന്നിട്ടില്ല. ഞാൻ 6:15 ചെന്നു. ഒരു 6:30-7 മണിയാപ്പം ആൾക്കാർക്ക് യൂണിറ്റൊക്കെ വന്നു. അങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ഒരു 7:30-8 മണിയാപ്പം ഡയറക്ടറും ഒക്കെ വന്നവരെ കണ്ടു. എല്ലാവരും ഹാപ്പിയായി. കാപ്പി കുടിക്കാം എന്നൊക്കെ പറഞ്ഞു. കോളേജിൻ്റെ ഒരു ക്ലാസ് റൂമിൽ വിശ്രമിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 8-8:30-9 മണിയാപ്പം നമ്മുടെ പ്രധാന നടൻ നമ്മൾ ദുൽഖർ സൽമാൻ DQ അദ്ദേഹം എത്തുന്നു. അദ്ദേഹം വന്നപ്പം കുറേ പിള്ളേരുണ്ട്, എഞ്ചിനീയറിംഗ് പിള്ളേരൊക്കെ ഉണ്ട്. അന്ന് അവധി ആണെങ്കിലും കുറേ പിള്ളേർ നിന്നിട്ടുമുണ്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി. അവരെന്നെ ഇളകുന്നു. പിന്നെ അവിടുന്ന് ഒരു ബഹളവും ഒക്കെ ആയി. അങ്ങനെ ക്ലാസ് റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഇരുന്നപ്പോഴത്തേനെ എനിക്കൊരാഗ്രഹം DQൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം. അപ്പോൾ എനിക്കത് പറയണമല്ലോ, അദ്ദേഹം ഫോണിലാണ് എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ചെറിയൊരു മാനസികമായിട്ടൊരു ഒരു വിറയിലുണ്ടെങ്കിലും ഞാൻ പതുക്കെ അദ്ദേഹത്തിൻ്റെ അരികിൽ ചെന്നു. ഞാൻ പറഞ്ഞതുപോലെ ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റാണ്, പേര് കണ്ണൻ സാഗർ എന്നാണ്. ചേട്ടാ അറിയാം, ചേട്ടനറിയാം. എന്താ ചേട്ടാ? ഞാൻ പറഞ്ഞല്ല, ഒന്ന് പരിചയപ്പെടുന്നു. സന്തോഷം ചേട്ടാ, ചേട്ടൻ്റെ പരിപാടിക്ക് ഉപ്പ എപ്പോഴും ഇരുന്ന് കാണുന്ന എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സന്തോഷം, ശരി. അപ്പം ഫോട്ടോ നമുക്ക് ഇത് വൈകിട്ടത്തേക്ക് എടുത്താൽ മതിയല്ലോ, അത് നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ടൊന്ന് എടുക്കാം ഷൂട്ട് കഴിഞ്ഞിട്ട്. ഓക്കെ ചേട്ടാ. ഞാൻ ശരി, സന്തോഷം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ സീൻ എടുക്കാൻ സമയമായി. അസിസ്റ്റൻ്റ് വന്നിട്ട് ദുൽഖറിനെ DQനെ വിളിച്ചുകൊണ്ട് പോന്നു. അപ്പം ഞാൻ മാറി ഇങ്ങനെ ഇരുന്നപ്പം ഇങ്ങനെ ആലോചിച്ചു, അദ്ദേഹത്തിൻ്റെ അച്ഛനൊക്കെ എൻ്റെ പരിപാടി കോമഡി കാണുന്ന ആളാണല്ലോ എന്നാലോചിച്ച് പെട്ടെന്നാണ് ചിന്തിച്ചത്. മമ്മൂക്കയുടെ മോനല്ലേ, മമ്മൂക്കയാണല്ലോ ഉപ്പാന്ന് പറഞ്ഞത്. കിടുങ്ങിപ്പോയി. അന്നേരം ഞാൻ സത്യം പറഞ്ഞാൽ പിന്നീട് ഞാൻ ആലോചിച്ചത് മമ്മൂക്കയുടെ മോനാണല്ലോ ഇത്, അദ്ദേഹം ഉപ്പ കാണുമെന്ന് പറഞ്ഞപ്പോഴത്തേന് ഏതായാലും പിന്നൊന്നും തിരുത്താൻ പോയില്ല. അങ്ങനെ ഒരു സംഭവം എനിക്കുണ്ടായി. അപ്പം അങ്ങനെ സിനിമ ആഗ്രഹം, അഭിനയിക്കണമെന്ന ആഗ്രഹം വന്ന് പറഞ്ഞ കൂട്ടത്തിൽ എനിക്ക് സഹായിച്ചത് മാർട്ടിൻ പ്രക്കാട്ടാണ്. അദ്ദേഹത്തിൻ്റെ സിനിമയിലാണ് കിട്ടിയത്. ഞാൻ പറഞ്ഞു വന്നത്, സിനിമാമോഹങ്ങളുണ്ടെങ്കിലും സിനിമ തിയേറ്ററിൽ പോയി അത് കണ്ട് ആസ്വദിക്കുക എന്നുള്ളൊരു പ്രത്യേക തരമാണ്. പണ്ടൊക്കെ സിനിമ കാണാൻ വേണ്ടി നമ്മളൊക്കെ ഒരുപാട് അലഞ്ഞിട്ടുണ്ട്. ഒന്നാമത് പൈസ ഇല്ല, പൈസ തരാൻ അങ്ങനെയുള്ള ഇതൊന്നുമില്ല. പിന്നെ ചെറുപ്പമാണ്, ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ വല്ലവരും പിടിച്ചുകൊണ്ട് പോകുമോ, പിന്നെ ആരെങ്കിലും കൂട്ടിക്കൊണ്ട് പോകുന്നൊക്കെ പേടിയായതുകൊണ്ട് അങ്ങനെ സിനിമ കാണാനൊന്നും വിടത്തില്ല. കൂട്ടുകാരുണ്ടെങ്കിൽ അവരുടെ അച്ഛനും അമ്മയൊക്കെ ആയിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ അവർ പറയടാ ഞങ്ങളുടെ അച്ഛനമ്മയോട് ഞങ്ങൾ പോകുന്നുണ്ട് എന്ന് പറയും. അപ്പം നമ്മുടെ അച്ഛനമ്മ അങ്ങനെ താല്പര്യമുള്ള കൂട്ടത്തിലല്ല സിനിമയോടത്. എന്നിരുന്നാലും ഇടയ്ക്ക് ആരെങ്കിലുമൊക്കെ കൂട്ടി ചേട്ടന്മാരെല്ലാം പോയി സിനിമയെ കാണും. അപ്പം അന്ന് തിയേറ്റർ എക്സ്പീരിയൻസ് ഒരു വലിയൊരു അന്ന് സിനിമ കാണുന്നു പോരുന്നുള്ളൂ. അപ്പം ഈ സൗണ്ട് സിസ്റ്റവും മറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് കൂടുതലും വന്നത്. അപ്പോൾ അതില്ലാത്തിരുന്ന് ഡിജിറ്റലായിട്ടൊക്കെ കാണാൻ പറയുമ്പോൾ വേറൊരു പ്രത്യേകതയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞാനൊരു സിനിമ കാണാൻ പോവാം. സിനിമ കാണാൻ സമയമില്ല, പക്ഷേ ഇത് എപ്പോൾ ചെന്നാലും നമുക്ക് സിനിമ കാണാം. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരനും ഒരു വലിയൊരു സിനിമാ പ്രേമിയും. അദ്ദേഹം പറയുകയാണെങ്കിൽ നേരിട്ട് അനുഭവങ്ങൾ പറയാം. അദ്ദേഹം സിനിമാ തിയേറ്റർ ഉണ്ടാക്കാനെടുത്ത ഒരു എക്സ്പീരിയൻസ്, അതിൻ്റെ കഥകൾ കേട്ടാൽ നമ്മൾ കിടുങ്ങിപ്പോവും. കാരണം അതുപോലെ അംബീഷൻ, ആഗ്രഹം വെച്ച് അദ്ദേഹം ഇപ്പം കുറേ തിയേറ്ററുകൾ പണിത്, ഹോം തിയേറ്ററുകൾ പണിത് സംഭാവന ചെയ്ത് നല്ല രീതിയിൽ നിൽക്കുന്നു. ഇപ്പം ഞാനിങ്ങനെ പറഞ്ഞു ചേട്ടൻ നമുക്ക് ഒന്ന് കൂടാം എന്ന് പറഞ്ഞനുസരിച്ച് വന്നതാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ സിനിമ ഇടും. നമുക്ക് അദ്ദേഹത്തിൻ്റെ സിനിമയും ആ തിയേറ്ററും ഹോം തിയേറ്ററും കണ്ടിട്ട് ഇപ്പോൾ വരാം. ഓക്കെ, ബാ. കൊള്ളാമല്ലേ? അടിപൊളി. ഓക്കെ. ഹലോ ചേട്ടാ, നമസ്കാരം. പടം തുടങ്ങിയോ? ടിക്കറ്റ് കൊടുത്തോളൂ. ടിക്കറ്റ്
വാ അകത്തിട്ട് പോവാം. സൂപ്പർ കേട്ടോ, അടിപൊളി, ഭയങ്കര എക്സ്പീരിയൻസാണ്. കാരണം നമ്മൾ ഒരു ഡിജിറ്റൽ ആ സൗണ്ട് കൊണ്ട് എന്തെല്ലാം കിട്ടുന്നുണ്ടോ എന്ന് അതിന് ഭയങ്കര എഫക്റ്റാണ് സംഭവം. അത് കൺഗ്രാറ്റ്സ്, അതിന് പ്രത്യേക ഇത് പറയാം കേട്ടോ, ഭയങ്കര സന്തോഷമായിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, തിയേറ്റർ ഉണ്ടാക്കി അതിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയിക്കുന്ന സിനി ഗാലക്സി എന്ന ഒരു മിനി തിയേറ്റർ, അതായത് ഹോം തിയേറ്റർ ഉണ്ടാക്കുന്ന ഒരു പ്രശസ്തനായ കണ്ണൻ എന്ന് പറഞ്ഞ ആളെ കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ഡെമോ കാണിക്കുന്ന ഒരു കുഞ്ഞു തിയേറ്ററാണത്. പക്ഷെ കുഞ്ഞു തിയേറ്ററല്ല, ഇവിടെ ഇരുന്നിട്ട് സത്യം പറഞ്ഞാൽ കിടുങ്ങിപ്പോയി. അപ്പോൾ ആ എക്സ്പീരിയൻസ് നമുക്ക് പിന്നെ കാണാം. അപ്പം നമുക്ക് ആ കണ്ണനെ ഒന്ന് പരിചയപ്പെടാം. സിനി ഗാലക്സിയുടെ ആ തിയേറ്റർ ഉണ്ടാക്കുന്ന എക്സ്പീരിയൻസിനെ കുറിച്ച് നമുക്കൊന്നറിയാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മിക്കവർക്കും ഇത് ഗുണകരമാകും, തിയേറ്റർ ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടാകും. അതുപോലത്തെ സിസ്റ്റമാണ് ഇവിടെ. ഇത് കണ്ടില്ലേ, മിനി സ്ക്രീനിൽ എന്നെ കാണിക്കുന്നുണ്ടല്ലേ, ഇത് തന്നെ വലിയൊരു ഭാഗ്യമല്ലേ. അതിൽ നമുക്ക് കണ്ണനെ കാണാം, വാ. ഏതായാലും ഞാൻ തിയേറ്റർ ഒക്കെ ഇങ്ങനെ നിർമ്മിച്ച് നിൽക്കുന്ന ആളാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന നിർമ്മിച്ച് ഞാൻ വിചാരിച്ചു പിന്നെ ഹോം തിയേറ്റർ എന്ന് പറയുമ്പോൾ ചെറിയ സെറ്റപ്പൊക്കെ ഉള്ള ഇതാന്ന് വിചാരിച്ചു. പക്ഷെ ഇത്രയും ഗംഭീരവും ഇത്രയും ഭയങ്കര രസകരവും എഴുന്നേറ്റ് പോകാനും തോന്നുന്നില്ല, വല്ലാത്ത അനുഭവവും ഒക്കെ ഉണ്ട്. ഏതായാലും വളരെ ഇതായി. എങ്ങനെ ഇതിൻ്റെ അംബിഷൻ, ഈ തിയേറ്റർ ഇത് ഉണ്ടാക്കാനുള്ള ഒരു ക്രേസ് ഉണ്ടല്ലോ, ഒരു ആഗ്രഹം വന്ന് എപ്പോഴാണ് ഉണ്ടാക്കാനുള്ള ആഗ്രഹം? ചേട്ടൻ്റെ കാര്യം പറയുന്നത് നമുക്ക് സിനിമാ ഭ്രാന്തായിരുന്നു. സിനിമാ ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ സൗണ്ട്, വിഷ്വൽ, അങ്ങനെ ഒരു ഭ്രാന്തായിരുന്നു. മെയിനായിട്ടും ഭ്രാന്ത് സൗണ്ടില്ലായിരുന്നു. അങ്ങനെ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇലക്ട്രോണിക്സ് ആണ് പഠിച്ചത്. പഠിച്ചു കഴിഞ്ഞ് കുറച്ചാളൊക്കെ ഇങ്ങനെ സർവീസിലൊക്കെ ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ കോട്ടയത്ത് ഒരു 2 തിയേറ്റർ വന്നായിരുന്നു, ധന്യാരമ്യ, മുത്തൂറ്റ് ഗ്രൂപ്പ്. അപ്പൊ അവിടെ സ്ഥിരം സിനിമ കാണാൻ പോയിരുന്നു. പക്ഷെ അവിടുത്തെ സൗണ്ടിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പിന്നെ സ്ഥിരം എന്ത് സിനിമ വന്നാലും അവിടെ പോയി കാണുക പതിവായി. പിന്നെ ഒരു ദിവസം എനിക്ക് ഭയങ്കരമായിട്ടൊരു സിനിമ കണ്ടപ്പോഴത്തേന് ഭയങ്കരമായിട്ട് തന്നെ അത് എന്താ പറയുന്നത്, അപ്പൊ ഞാനിത് എന്താ ഇങ്ങനെ ഈ സൗണ്ട് എന്താ ഇങ്ങനെ കേൾക്കുന്ന അറിയാനായിട്ട് ചുമ്മാ വെളിയിൽ വന്ന് ഈ ഡോറെ നോക്കിയപ്പോഴത്തേന് അവിടെ അതിന്റെ ആ സ്പെക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഡോൾബി അല്ല, ഓറോ 3D എന്ന് പറഞ്ഞൊരു സൗണ്ട് ഫോർമാറ്റ് അവിടെ. ശരി, അത് സ്പെഷ്യലൈസ്, അതൊരു സ്പെഷ്യൽ ഓഡിയാണ്. അത് ശരി. അപ്പൊ പിന്നെ അന്ന് തൊട്ട് അതിന്റെ പുറകെയായിരുന്നു. പിന്നെ ഞാൻ 2008 ഇത് സ്റ്റാർട്ട് ചെയ്ത. 2008 സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു 3 വർഷം ഭയങ്കര സ്ട്രഗിളിലായിരുന്നു. ഇത് വർക്കൊക്കെ പിടിക്കാനും പാടാം. അന്ന് OTT ഒന്നും ഇല്ല. CD ഒക്കെ വാങ്ങിച്ച ആൾക്കാർ കാണണം, പിന്നെ ചെലവ്, അങ്ങനെ ആൾക്കാർ ഇതിലോട്ട് വരാതെ. അങ്ങനെ ഒരു 3 വർഷം ഇങ്ങനെ അലഞ്ഞിട്ടാണ് കുറച്ച് വർക്കുകളൊക്കെ ചെയ്ത് ഇപ്പൊ ഏകദേശം 700, 600, 650 മേളിൽ തിയേറ്ററോളം ആയി. ആയി. അതൊരു വലിയൊരു സംഭവമാണ്. ഞാന് അല്ലെ അങ്ങ് പറഞ്ഞതിനകത്ത് ചിലർക്ക് മിക്കവർക്ക് ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം, അല്ല ഇതിനെക്കുറിച്ച് അങ്ങനെ കൂടുതലും ആർക്കും അറിയില്ല. കാരണം ഈ നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഒരു ചെറിയ തിയേറ്റർ ഉണ്ടാക്കി അത് ഇത്രയും സൗണ്ട് എഫക്ട്സും ഒക്കെ വെച്ച് ഇത് സാറിന് നല്ലൊരു മിനി തിയേറ്ററിൽ ഇരിക്കുന്ന അതേ ഫീലും അതുണ്ടല്ലേ, പോപ്കോൺ വരെ എല്ലാ സംഭവം അത്ര ഒരു ഫീലാണ് ഇവിടെ സിനിമ കണ്ടിട്ട്. സത്യത്തിൽ നല്ലൊരു ഫീലാണ്. ഇത് എക്സ്പെൻസ് വലിയ എക്സ്പെൻസ് ആകുമോ, എങ്ങനെയാണ് ഇതിന്റെ? വലിയ അങ്ങനെയല്ല കേട്ടോ. ഇപ്പൊ നമുക്കിപ്പോ ഒരു വീടിനകത്ത് കിട്ടുന്ന റൂമിനെ ഡിപ്പെൻഡ് ചെയ്ത് പിന്നെ അതിനകത്ത് നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ എന്താണ് നമ്മുടെ ബഡ്ജറ്റ്, അങ്ങനെ കുറെ ഘടകങ്ങളുണ്ട്. വെച്ചിട്ടാണല്ലേ? ശരി. ഒരു 1.5 ലക്ഷം രൂപ തൊട്ട് ചെയ്യാൻ പറ്റും. മുകളിലോട്ടുണ്ടാവും. അതിന് മുകളിലോട്ട് 1.5 കോടി വരെ പോകും. എത്ര വേണേലും പോകാം. ഭയങ്കര വിലയുള്ള സാധനങ്ങളുണ്ട്. ഇപ്പൊ ഇതിന് തന്നെ എനിക്ക് ഏകദേശം ഒരു 12-14 രൂപ അടുത്തായിട്ടുണ്ട്. അതല്ലേ? 1.5 ലക്ഷം എത്ര ആയിട്ടുണ്ട്. ഇവിടെ 4K ലേസറാണ്, 13 ചാനലാണ് ഇതിന്റെ ചാനൽ, സ്പീക്കറിന്റെ ചാനൽ. ഏകദേശം 40-50 സ്പീക്കറോളം ഉണ്ട് ഇതിനകത്ത്. 40-42 സ്പീക്കറോളം ഉണ്ട്. സ്ക്രീനിന്റെ പുറകെ തന്നെ 10-20 സ്പീക്കറുണ്ട്. അതെ, അതാ അത്ര എഫക്റ്റ്. സൗണ്ട് കേട്ടിട്ട് നമുക്കൊരു ഭയങ്കര ഫീൽ ഉണ്ടാകും. ഞാൻ ചോദിക്കുന്നത്, ഇത് ഏത് ടൈപ്പിലുള്ള ആൾക്കാരായിരിക്കും കൂടുതൽ
നിങ്ങൾ തിയേറ്റർ പണിയാൻ താങ്കളെ? അങ്ങനെയല്ല, ഇപ്പോഴുണ്ടല്ലോ, ഇപ്പം നമ്മളിപ്പം പുതിയ പ്ലാൻ, അതിപ്പം നമ്മുടെ കോട്ടയം സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ കോട്ടയം, ട്രിവാൻഡ്രം, എറണാകുളം അവിടെയൊക്കെ ഒരു വീടിന്റെ പ്ലാൻ റെഡിയാകുമ്പോൾ അവർ ആ പ്ലാൻ വരയ്ക്കുന്ന ആള് തന്നെ ഒരു തിയേറ്റർ റൂം എന്ന് പറഞ്ഞു അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം വീട് വെക്കാന്ന് പറഞ്ഞ ഒരു വലിയ സംഭവമൊന്നുമല്ല. ഇപ്പൊ അവിടെ എല്ലാ ദിവസവും യൂട്യൂബിലൊക്കെ കാണാം. എൻ്റെ ഒരു സുഹൃത്ത് ഡിബിന്റെ ഒരു വീഡിയോ ഒക്കെ കഴിഞ്ഞ ദിവസം കണ്ട് 1145 രൂപ ഡെയിലി എടുക്കാന്നുണ്ടെങ്കിൽ 45 ലക്ഷം രൂപയുടെ EMI. പിന്നെ ഡെയിലി നമ്മൾ 1445 രൂപ വെച്ച് അടച്ചു കഴിഞ്ഞാൽ വീട് കിട്ടും. അപ്പൊ അങ്ങനെ വീട് പണിയാ ഇപ്പം ഒരു ചെറിയ ബഡ്ജറ്റിലുള്ള ആണെങ്കിലും വീട് പണിയുമ്പോഴത്തേന് അതിനകത്ത് ഇപ്പൊ ഒരു ഹോം തിയേറ്റർ എന്ന് പറഞ്ഞൊരു ഭാഗം കയറി വരുന്നുണ്ട്. മെയിനായിട്ടും ഈ കൊറോണ വന്നതിന് ശേഷം ആൾക്കാർ തിയേറ്ററിൽ പോകാതെയായി. പിന്നെ OTT പെട്ടെന്ന് ഇങ്ങ് വന്നു. അതിനകത്ത് ഒരുപാട് സിനിമകൾ വന്നു. അല്ല, ആ സമയം മുതലാണ് തോന്നുന്നു കൂടുതലായിട്ട് വർക്ക് വന്നത്. അതിനു മുമ്പ് ഇങ്ങനെ മാസത്തിൽ 1 അല്ലെ 2 മാസം കൂടുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. ചെയ്യാൻ ആളില്ല. ഇത് ഒരു വേസ്റ്റ് ആണ്. കാരണം ഒരു തിയേറ്റർ ചെയ്തിട്ടിട്ട് അതിനകത്തൊരു CD മേടിച്ചിട്ട് കാണാനൊന്നും ആൾക്കാർ മെനക്കെടണമെന്നില്ല. പിന്നെ OTT വന്നപ്പോഴത്തേനാണ് സംഭവങ്ങൾ മൊത്തം മാറിയെന്ന് പറഞ്ഞാൽ, പിന്നെ ഇപ്പോൾ നമ്മളിപ്പോ ഫാമിലി ആയിട്ടൊരു സിനിമയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം. നമ്മൾ ടൈം ഒപ്പിക്കണം. പിന്നെ എല്ലാരും മെനക്കെട്ട് അതിന്റെ പുറകെ പോകണം. രാത്രിയാണെങ്കിൽ വണ്ടിക്കടയിൽ കൂടെ ഒക്കെ കുത്തിക്കയറ്റി അകത്ത് ചെന്ന് വണ്ടി പാർക്ക് ചെയ്ത് അതിന് ഫുഡ് കോർട്ട് കയറി ഭക്ഷണം കഴിച്ച് പിന്നെ കണ്ടിറങ്ങി വരുമ്പോ ഒരു ക്ഷീണം, ഒരു ഹോട്ടലിൽ കയറി പിന്നെ ഭക്ഷണം കഴിക്കും. പിന്നെ ഒരു 1 ഡേ പോക്കാം. ഇത് നമുക്ക് എപ്പോ വേണേലും ഏത് സമയത്ത് നമ്മളുടെ സമയം ഇത് ഭയങ്കര എക്സ്പീരിയൻസ് ആയത്. ഏതായാലും ഞാൻ ചെയ്യുന്ന പരിപാടി എന്റെ തിയേറ്റർ അറിയാമല്ലോ. അതിനകത്ത് ഈ തിയേറ്ററിനെ കുറിച്ച് ഇത് വരുമ്പോ ഞാൻ ആലോചിക്കുക, എന്റെ പരിപാടി തിയേറ്റർ എന്തല്ല മാച്ചിങ്. ഇത് ഇദ്ദേഹം നല്ല ഗായകനാണ്. ഇവിടെ വന്നപ്പോഴാ നിങ്ങൾ സുഹൃത്തുക്കളാന്ന് നമ്മളൊക്കെ അറിഞ്ഞത്. അല്ല, ചേട്ടനെ ഞങ്ങൾ ആദ്യം വിളിച്ചപ്പം ഇവിടെ ഇരുന്ന് നമ്മള് വിളിച്ചപ്പം ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ്റെ ഒരു ഫോട്ടോ, ഞാൻ ചേട്ടന്റെ വലിയൊരു ആരാധകനാ. ഓർക്കുന്നുണ്ടോ? തിയേറ്ററിന്റെ വെളിയിൽ മൈ ഹീറോസ് എന്ന് പറഞ്ഞ ഞാൻ കടന്നുപോയ വഴികളിൽ ഞാൻ കണ്ട കുറച്ച് നല്ല ആൾക്കാർ, നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാർ. അതും കൂടുതലും കോമഡി. ചേട്ടനുണ്ട്, പിന്നെ നമ്മുടെ സൗഭാഗ്യ എന്ന് പറഞ്ഞ ലേഡി ഇല്ലേ, പിന്നെ നമ്മുടെ സൂര്യ, പിന്നെ വേറെ ഒരാളും കൂടെ ഉണ്ടല്ലോടാ, ഭയങ്കര ഫേമസ് ആയിട്ട് നിൽക്കുന്ന ചേട്ടൻ്റെ കൂടെ ഒരുപാട് ഉല്ലാസ്. പിന്നെ ലേഡി ഉണ്ടല്ലോ, രശ്മി. അവരെല്ലാം ഫോട്ടോ ഞാൻ കണ്ടു. മൈ ഹീറോസ്. അത് വലിയൊരു അഭിമാനമായി പോയി. കാര്യം നമ്മളൊക്കെ ഹീറോ ആക്കി വെക്കാന്ന് പറഞ്ഞാ ഈ തിയേറ്ററിൽ. പിന്നെ അല്ല, ശരിക്കും ചേട്ടാ അത് അങ്ങനെ. കാരണം നമ്മളൊക്കെ നോക്കുമ്പോൾ ചേട്ടനൊക്കെ സ്ക്രീനിൽ, മിനി സ്ക്രീനിലാണെങ്കിലും ജീവിക്കുവാണ്. നമ്മളൊരു സിനിമ കാണുന്നത്. ഇത് സത്യം, ഞാൻ എല്ലാ ദിവസവും എന്റെ മക്കളോട് ചോദിച്ചു, ഞാൻ കോമഡി കണ്ടോണ്ടാ ഉറങ്ങുന്നത്. ഫോൺ ഇങ്ങനെ ഓണാക്കി വെച്ച് കോമഡി കേട്ട് അങ്ങനെ ഉറങ്ങുന്നത്. പണ്ടൊക്കെ പാട്ട് കേട്ട് ഉറങ്ങുന്നത്. ഇപ്പൊ അത് മാറിയിട്ട് കോമഡി കണ്ട ഉറങ്ങുന്നത്. ഇപ്പൊ പിന്നെ യൂട്യൂബിനകത്തൊക്കെ നമ്മൾ ചെയ്ത പഴയ പരിപാടികളൊക്കെ ഇങ്ങനെ അപ്ലോഡായി ഉണ്ട്. നമുക്ക് ഒരിക്കലും ബോറടിക്കും. ഞാനിപ്പോ കാറെ പോകണല്ലോ, ചുമ്മാ പ്ലേ ആക്കി, ലോങ് ആണെങ്കിൽ ചുമ്മാ പ്ലേ ആക്കി ഇട്ടേക്കും. ഡയല് മാത്രം, സ്ക്രീൻ അതിന്റെ വിഷ്വൽ എല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. ഓഡിയോ മാത്രം കേട്ടാ മതി. അത് വലിയൊരു അനുഗ്രഹം. ഹലോ, ഇത് ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് ഫാമിലി അല്ലാതെ പുറത്തുനിന്ന് ആൾക്കാർ വന്ന് സിനിമ കാണാൻ എങ്ങനെ? പുറത്തുനിന്ന് അങ്ങനെ വരാറില്ല. എന്റെ 1-2 ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. പിന്നെ തിയേറ്റർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ചിലർ കാണണമെന്ന് പറയും. അങ്ങനെ കാണിക്കും. അങ്ങനെ ഫാമിലിയായിട്ട് തന്നെ വരും. അപ്പം ഞാൻ തിയേറ്ററിൽ വന്നിരുന്ന് ഭയങ്കര അനുഭവിച്ചു. സൗണ്ട് സിസ്റ്റമൊക്കെ നമ്മൾ അനുഭവിച്ചെങ്കിലും വേറെ വലിയൊരു പ്രത്യേകത ഞാൻ ഇവിടെ കണ്ടു. നമ്മുടെ സിനിമകൾ മാത്രമല്ലാതെ ചാനൽ ഷോകളും യൂട്യൂബ്, ഇങ്ങനെ എല്ലാവിധ സാധനവും ഈ സ്ക്രീനിൽ പ്ലേ ചെയ്ത് കാണാൻ പറ്റിയ അതെല്ലാം കാണാൻ. അതൊരു വലിയൊരു അനുഭവം. നമുക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും എടുത്ത്. അതെ. ഇപ്പൊ ഞാൻ ചേട്ടനൊരു കാര്യം, ചേട്ടന്റെ ഈ കോമഡി പ്രോഗ്രാം ഒരു 55 സ്ക്രീന് മേലോട്ട് ചേട്ടൻ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ഇല്ല. ഇതിപ്പോ ഒരു സിനിമ കാണുന്ന അത്ര, ഇത് ഏകദേശം 200 ഇഞ്ച് സൈസ് സ്ക്രീൻ ഉണ്ട്. ശരി. നമുക്കൊന്ന് എന്നെ ഒന്ന് കാണിക്കണം. കാണാതെ അപ്പൊ വലിപ്പത്തില് നമുക്ക് കാണാം. അതെ. അത് പിന്നെ സിനിമ പോലെ ടിവിക്കകത്ത് വന്ന സിനിമ പോലെ കാണാൻ നമുക്കൊരു അനുഭവം. இந்த ஊரு இந்த ஊருக்கு பேர் என்ன? இந்த ஊரு ஸ்தலத்துக்கு பேரு சாட்டுக்கு பேரு சங்கலாச்சேரி.
നമുക്ക് പരിധിയുണ്ടോ? ഏത് സ്ഥലം വരെ പോയി നമുക്ക് തിയേറ്ററിൽ ഉണ്ടാക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ വീടുകൾ ഇത്ര സ്ക്വയർ ഫീറ്റ് വേണം, അങ്ങനെ എന്തെങ്കിലും പരിധികൾ? അങ്ങനെയൊന്നുമില്ല, ഇല്ല. അങ്ങനെയൊന്നുമില്ല. ഇപ്പം നമുക്കൊരു ബെഡ്റൂം കിട്ടിയാലും നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റും. ഇന്നലെ ഞങ്ങൾ ചേർത്തല ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ബെഡ്റൂമാണ്, ഒരു കിടക്കുന്ന ഒരു മാസ്റ്റർ ബെഡ്റൂം, അതിനകത്തൊരു തിയേറ്റർ സെറ്റ് ചെയ്തു. എന്ന് പറഞ്ഞാൽ അതിന്റെ ആംബിയൻസ് തിയേറ്റർ ആണോന്ന് ചോദിച്ചാൽ തിയേറ്റർ ആണ്, ബെഡ്റൂം ആണോന്ന് ചോദിച്ചാൽ ബെഡ്റൂം ആണ്. അപ്പൊ അവിടെ ഞാൻ ബെഡ് ഉണ്ട്, ബെഡിന്റെ അടിയിൽ സ്പീക്കർ കയറ്റി വെച്ചു. അല്ലാതെ നമ്മൾ ഈ സബ്വൂഫറൊക്കെ ഇച്ചിരി സൈസ് ആണല്ലോ, അപ്പൊ അതൊക്കെ കാണുമല്ലാത്ത രീതിയിലാക്കി ബെഡ്റൂമിന്റെ ആ ഇത് പോകാത്ത രീതിയിലും എന്നാൽ ഒരു തിയേറ്റർ ആണോ അങ്ങനെ ടെക്നിക്ക്. അത് നമ്മളൊരു ക്രിയേറ്റിവിറ്റി നമുക്ക് എക്സ്പീരിയൻസ് ആണ്, ചെയ്തതിന്റെ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അവരൊത്തിരി പേരോട് ചോദിച്ചു തിയേറ്റർ ഇത് ബെഡ്റൂം ഇതിൽ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ചെയ്തു, ഇന്നലെ ഞങ്ങൾ ചെയ്തു. അത് ഭയങ്കര അനുഭവം. അതാ ഞാൻ ചോദിച്ചത്. ചില ചോദിക്കും നമ്മുടെ സ്പേസ് കുറവാണ്, അപ്പൊ അവിടെ ചെയ്യാൻ പറ്റുമോ എങ്ങനെയാന്നൊക്കെ ചോദിക്കും. പിന്നെ ഇത് കൂടുതൽ ഇത് രണ്ടാം നിലയുടെ മുകളിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളായി? അങ്ങനെയൊന്നുമില്ല, താഴെ എവിടെ വേണേലും ചെയ്യാം, എവിടെ വേണേലും ചെയ്യാം. ഓപ്പൺ ടെറസിലോ അല്ലെങ്കിൽ ഒറ്റ ഫ്ലോർ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് റൂം കിട്ടിയാൽ ചെയ്യാം. ഓപ്പൺ ടെറസിലാണ് നമുക്ക് ഇതിനു വേണ്ടി തന്നെ സിറ്റ് ഔട്ട് വരെ ചെയ്യാം. കോട്ടയത്ത് ഞാനൊരു കഞ്ഞിക്കുഴി ടൗണിലൊരു വീട്ടിൽ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ടെറസിൽ ഏറ്റവും മൂന്നാമത്തെ നില ഓപ്പൺ ടെറസ് പുള്ളി നിങ്ങൾ എന്ത് വേണമെങ്കിലും കാണിച്ചോളാൻ പറഞ്ഞു തന്നു. അവിടെ ഞാനൊരു നമ്മളിപ്പം കോട്ടയത്ത് തിയേറ്ററിൽ പോയാൽ എങ്ങനെ ഇരിക്കും, ആദ്യം നമ്മൾ പോയി ഒരു സിറ്റിംഗ് ഏരിയ അവിടെ ഇരുന്നു, പിന്നെ ടിക്കറ്റിന്റെ ആ ബെല്ലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ ഒരു ടിക്കറ്റ് കൊടുക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് ഒരു പാട്ടൊക്കെ വരത്തില്ലേ, അല്ലെങ്കിൽ പണ്ട് കോളാമ്പിക്കകത്തോടെ പാട്ട് വരുമായിരുന്നു പറഞ്ഞ പോലെ. എന്ന് പറഞ്ഞ പോലെ അവിടെ ലോബി ഉണ്ടാക്കി, അവിടെ ഈ ഫുഡ് കൗണ്ടർ ഉണ്ടാക്കി. എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഈ പോപ്കോൺ അതിന്റെ മെഷീനൊക്കെ വെച്ചു. അത് ശരി, അത് ഭയങ്കര അനുഭവം. എന്നിട്ട് അവര് ഫാമിലീസ് എല്ലാം കയറി വരും. അതുവരെ പാട്ടും എല്ലാം ലൈറ്റായിട്ട് പാട്ടും എല്ലാം കേട്ടിരിക്കും. അകത്ത് കയറി സിനിമ തുടങ്ങുമ്പോൾ ആ പാട്ട് തന്നെ ഓഫ് ആവും. അങ്ങനെ ഫുൾ സെറ്റപ്പ്. ഒരു തിയേറ്ററിൽ പോയാൽ എങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ. ഒരു റൂം, ഒരു വീടിനകത്ത് ഒരു റൂമിലോട്ട് കയറുന്നതല്ല, വെളിയിൽ നമ്മളൊരു തിയേറ്ററിൽ പോയാൽ എങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ ചെയ്തു. ഈ തിയേറ്റർ ഉടമകളല്ല, തിയേറ്റർ ഒറിജിനൽ തിയേറ്റർ ആരായാലും നമ്മളെ അഭിനന്ദിക്കും. അങ്ങനെ ഒത്തിരി പേര്, ഒരുപാട് ആൾക്കാർ, പിന്നെ ഒരുപാട് ആൾക്കാർ ഈ ഇൻഡസ്ട്രിയിലുള്ള ഒരുപാട് ആൾക്കാരുമായിട്ട് കണക്ഷൻ, ഒത്തിരി ആൾക്കാർ. കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തിയേറ്റർ ചെയ്തൊക്കെ ഞാൻ തന്നെയാണ്. ഒരുപാട് തിയേറ്റർ ചെയ്തു, പല കമ്പനിക്ക് വേണ്ടി, 7ഓളം കമ്പനിക്ക് വേണ്ടി ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കമ്പനിയുടെ പേര് സിനി ഗാലക്സി. ഞാൻ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഫോർമാറ്റ് ആണ് ഓറോ 3D. ഓറോ 3D കേരളത്തിൽ ആദ്യമായിട്ട് ഹോം തിയേറ്ററിൽ ചെയ്തത് ഞാനാണ്. ശരി. ആ ഓറോ 3D തന്നെ ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്നത് ഞാനാണ്. ശരി. അപ്പം കണ്ണമ്പ, ശരിക്കും നമ്മുടെ ഓഫീസ് എവിടെയായിട്ടാണ്? ശരിക്കും ഓഫീസ് എന്റെ വീടിന്റെ മേളിൽ, ഏറ്റവും മേളിലാണ് ഓഫീസ്. വീടിന്റെ മേളിൽ, വീട്ടിൽ തന്നെ മേളിൽ തന്നെ. ഈ സ്ഥലത്തിന് എന്താ? ഏറ്റുമാനൂർ. ഇവിടുന്ന് 2 കിലോമീറ്റർ ഉള്ളു ഏറ്റുമാനൂർ അമ്പലത്തിനടുപ്പം അല്ലേ? ഏറ്റുമാനൂർ അടുത്ത ഈ പ്രദേശത്തിന്റെ പേര് കണ്ടാകും, മാടപ്പാടെന്ന് പറയും. അവിടെയാണ് നിങ്ങളുടെ. അപ്പോൾ ഓഫീസ് നമ്പറുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാമല്ലോ. കാര്യം ഷോ കാണുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ഈ തിയേറ്ററിന്റെ എക്സ്പീരിയൻസും ഇതെന്താന്നുള്ള അറിയാനുള്ള ഇതുണ്ടാവും. ഒരുപാട് പേരുണ്ടാകും. വരട്ടെ, നമ്മളങ്ങനെ ആഗ്രഹിക്കും. കാര്യം ഞാൻ തന്നെ കേട്ടിട്ട് കണ്ടിട്ട് ഇടുങ്ങിയിരിക്കുക. പിന്നെ കണ്ണമ്മായിക്ക് ഫാമിലി, കുടുംബം, അച്ഛൻ, അമ്മ, വൈഫ്, 3 പിള്ളേരാണ്, 3 ആൺപിള്ളേരാണ്. മൂത്തയാള് 10ാം ക്ലാസ്, രണ്ടാമത്തെ ആള് 6ാം ക്ലാസ്, മൂന്നാമത്തെ ആള് 3ാം ക്ലാസ്. അങ്ങനെ പോകുന്നു. ശരി. അച്ഛനമ്മയ്ക്ക് ഇവിടെ ഉണ്ടല്ലോ? ഉണ്ട്, എല്ലാരും ഉണ്ട്. ശരി. അപ്പൊ ആയിക്കോട്ടെ. അപ്പം വർക്കുകളിപ്പം ഒരുപാട് നടക്കുന്നുണ്ട്. ആയിക്കോട്ടെ. അപ്പൊ എനിക്കൊരു ആഗ്രഹം, എനിക്ക് എന്റെ വീട് ഞാൻ ചെറിയ പണിയാണ്. പണി ഞാനും പറഞ്ഞില്ലേ, വലുതായിട്ടൊന്നുമല്ല. ചിലവർ അവന് വീട് വെക്കുന്നുള്ള അഹങ്കാരം തുടങ്ങിയെന്ന് പറയാം, അതൊന്നുമല്ല. അത് കണ്ടപ്പോഴേ ഒരു ആഗ്രഹം നമുക്ക് വന്ന് കാണാം. ഒരു തിയേറ്റർ ചെയ്യാന്നുള്ള വലിയ സംഭവമൊന്നും അല്ല. പണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയുള്ള വിഷയമൊന്നുമില്ല. സിമ്പിളായിട്ട് ചെയ്യാം. പിന്നെ പൈസ ഉള്ളവർ കുറച്ചുകൂടെ ഇത് തന്നെ, അതായത് നമ്മൾ മാരുതിയിൽ നടക്കുന്നതും മറ്റേ ബെൻസിന്റെ വണ്ടിയിൽ നടക്കുന്ന പോലെ തന്നെ. അത്രേ ഉള്ളൂ. ചില ഓപ്ഷൻസ് അങ്ങോട്ട് മാറുന്നു. യാത്രയ്ക്ക് ഒരുപോലെ തന്നെ. പിന്നെ രസമാണ്. ഇപ്പൊ ഞങ്ങളാണ് ഇവിടെ തന്നെ ഒരു സിനിമ റിലീസായ ഞങ്ങൾ ഇതുണ്ട്, പോപ്കോൺ എല്ലാം വെച്ചിരുന്നു. അതാ ഞാൻ. പിന്നെ വേറെ സംഭവം കൂടെ ഉണ്ട് കേട്ടോ. ഇതിപ്പോ ഇതിനകത്ത് ഇങ്ങനെ ഇത്ര സ്പീക്കേഴ്സ്, ഇത്ര ഔട്ട്പുട്ട് ഒക്കെ ഉള്ളത് കൊണ്ട് നല്ല സിനിമകൾ ഇതിനകത്ത് കാണും. എന്ന് പറഞ്ഞാൽ 4K അങ്ങനെയുള്ള സംഭവങ്ങൾ. 4K 3D ഒക്കെ. പിന്നെ എനിക്ക് വെളിയിലൊരു തിയേറ്റർ ഉണ്ട്, ഗാർഡൻ തിയേറ്റർ.
ഗാർഡനിൽ തിയേറ്റർ ഉണ്ട്. ഓ അവിടെ തിയേറ്റർ സെറ്റ് ചെയ്തു. അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ അതുപോലെ നമ്മൾ ശനിയാഴ്ചയൊക്കെ അല്ലെങ്കിൽ ഞായറാഴ്ചയൊക്കെ വൈകുന്നേരം പഴയ സിനിമകള്, പഴയ പാട്ടുകൾ, അല്ല ഇതുപോലെ കോമഡികൾ. ചേട്ടൻ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടുന്നില്ല വീഡിയോ. എന്റെ അമ്മ അവിടെ ഇരുന്ന് ഈ സെയിം കോമഡി കണ്ടോണ്ടിരിക്കുക. ശരി ശരി. എന്റെ ഗാർഡൻ തിയേറ്റർ ആണ്. അതെല്ലേ. അപ്പൊ നമുക്ക് ഗാർഡൻ തിയേറ്ററിലേക്ക് ഒന്ന് പോകണം. അപ്പൊ അടുത്ത എപ്പിസോഡിലേക്ക് നമുക്ക് ഗാർഡൻ തിയേറ്റർ പോകണം. അപ്പോൾ ഇത്രയും നേരം നമ്മളോട് എൻ്റെ തിയേറ്ററിനെ കുറിച്ച് സംസാരിച്ചത് കണ്ണനാണ്, സിനി ഗാലക്സി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംരംഭം വളരെ ബൃഹത്താണ്. ടെക്നിക്കലായിട്ടും ഒക്കെ ആയിട്ട് വളരെ ബൃഹത്തായ ഒരു സംരംഭം. കിട്ടുന്ന സ്ഥല സൗകര്യം വെച്ചിട്ട് അദ്ദേഹം തിയേറ്റർ ഉണ്ടാക്കി തരുന്ന ഒരു നല്ലൊരു വ്യക്തിത്വമാണ്. ഏതായാലും പരിചയപ്പെടാൻ കഴിഞ്ഞ സന്തോഷം. നമുക്കിനിയും അടുത്ത എപ്പിസോഡിൽ ഔട്ട്ഡോർ പോകുന്ന സ്ക്രീനുണ്ട്, നമുക്ക് അതുകൊണ്ട് ഒന്ന് കാണണം, അതും പരിചയപ്പെടുത്തണം. അപ്പോൾ ഇതുവരെ സഹകരിച്ച പ്രിയപ്പെട്ട എല്ലാവർക്കും നന്മകൾ നേരുന്നു. എൻ്റെ തിയേറ്റർ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, എന്നെപ്പോലുള്ള ചെറിയ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക. എല്ലാവർക്കും നന്മകൾ നേരുന്നു. സസന്തോഷം. കണ്ണൻ സാഗർ. ബൈ.